ഹായ് ഹലോ. ഇന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു മാർക്കറ്റിൽ പോയതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാ തവണയും നമ്മൾ രാവിലെ ആട്ടോ പോവാറ്. ഇത്തവണ ഞങ്ങൾ ഒരു ഉച്ചയായപ്പോഴാട്ടോ പോയത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കേട്ട് നല്ല പരിചയമുള്ളതാട്ടോ നമ്മുടെ വരാപ്പുഴ മാർക്കറ്റ്, ചെട്ടിഭാഗം എന്ന് പറയും. നല്ലപോലെ മീനും ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാട്ടോ, നല്ല ഫ്രഷ് മീനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോഴാട്ടോ പോയത്. ചെറിയൊരു മഴ പൊടിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറി. എല്ലാം ഉണ്ട് അവിടെ, ഫിഷും അതേപോലെ പച്ചക്കറിയായിട്ട് ഉണക്കച്ചെമ്മീൻ, ഉണക്കക്കൊഴുവ, മുട്ടകൾ, താറാമുട്ട, അതൊക്കെ നമുക്ക് റേറ്റ് കുറവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞണ്ട്, ചെമ്മീൻ, അതേപോലെ കരിമീൻ, എല്ലാ മീനും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു രാവിലെ ആട്ടോ കുറച്ചും കൂടി നല്ലത്. മാർക്കറ്റിൽ പോകാനായിട്ട് രാവിലെ ആകുമ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. അതേപോലെ നല്ല തിരക്കുണ്ടാവും, കൂടുതൽ തട്ടുകളുണ്ടാവും. ഞങ്ങൾ പോയ ടൈം ഉച്ച കഴിഞ്ഞതുകൊണ്ട് തട്ടുകളൊക്കെ കുറവായിരുന്നു. നമ്മൾ രാവിലെ പോവുകയാണെങ്കിൽ ഒരുപാട് മീനിനെ ജീവനുള്ളതിനൊക്കെ കാണാം കേട്ടോ. ബ്രാലും ഒക്കെ കിടന്ന് പിടക്കണതും ചെമ്മീനൊക്കെ ആണെങ്കിലും എല്ലാം കിടന്ന് പിടക്കണതൊക്കെ കാണാൻ പറ്റും. നല്ലൊരു രസമാണ് കേട്ടോ രാവിലെ പോകുമ്പോൾ. ഉച്ചയായപ്പോൾ മീനുകളുടെയൊക്കെ ആ ഒരു ഇത് പോയിട്ടുണ്ട്, ജീവനൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞണ്ടും മാത്രമൊക്കെയാണ്. ഞണ്ടിൻ്റെ ഒന്നും ജീവൻ അധികം വേഗം പോകില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞണ്ടിനൊക്കെ ജീവനുണ്ട്. അപ്പോൾ അതേപോലെ ചെമ്മീൻ, അതിനെയൊക്കെ കണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച്, പിന്നെ കൂർക്കയൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട്, അവിടെ അടുത്താണല്ലോ കടമക്കുടി ഐലൻഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ലൊരു ഐലൻഡ് ആട്ടോ, നല്ല കുറേ കാഴ്ചകളുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ ഐലൻഡിൽ പോയി അവിടെ ചെറിയ ചെറിയ മീനുകളും അതേപോലെ താറാവിൻ്റെ കൂട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് നല്ല രസമാണ്. നല്ലൊരു പൊടിമഴയും നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ട്. ഉച്ചയായിട്ടാണെങ്കിലും ഒരു പൊടിമഴ ഉള്ളതുകൊണ്ട് നമ്മളധികം വെയിൽ കൊണ്ട് ആവശ്യത്തിനൊന്നും ആയില്ല കേട്ടോ. അവിടെ പോയി പിന്നെ അവിടെ ചെന്നാൽ ഒരുപാട് ദേശാടനക്കിളികളുണ്ട് കേട്ടോ. നീർക്കൊക്കെ ആയിട്ടും പലതരം കൊക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഐസ്ക്രീം കഴിച്ചു. പിന്നെ എനിക്ക് ഐസ്ക്രീം ഇഷ്ടം. ഞാൻ ഒരു ചോക്കോ ബാർ കഴിച്ചു. ഞാൻ ചോക്കോ ബാറിൻ്റെ ഒരു ആളാട്ടോ. ഇക്കയൊക്കെ കട്ടൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു, അത് കൂടെയൊക്കെ പോയി. പിന്നെ നല്ലൊരു നീല കളറിൽ, ഇളം വയലറ്റ് പോലത്തെ ഒരു കളറിൽ പൂക്കളൊക്കെ നല്ലപോലെ വിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, എൻ്റെ ഇക്കയൊക്കെ ഒരു ഫോട്ടോ പ്രേമിയാട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ ഇക്കാൻ്റെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിയുവാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.